ഈ 3 ഗ്ലാസ്സിലേക്കും ഞാൻ ഈ നമ്മൾ കുടിച്ച വെള്ളത്തിന് കുറേശ്ശെ ഒഴിച്ചു വെക്കാം. പൊടി കറക്റ്റാണ് നോക്കണേ. എനിക്ക് മറ്റേ ഇത് തരാമോ? ഇതൊരു സാഷ് തരാമോ? അപ്പൊ ഞാനിവിടെ ഇത് കാണാൻ പറ്റാത്തൊരു ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കണേ, സൈഡിൽ നിൽക്കണേ നിൽക്കാട്ടോ. കാണാൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണേ എഴുന്നേറ്റ് നിൽക്കാം. ഇതാണ് നമ്മുടെ സാഷ്. നമ്മൾ ഉപയോഗിക്കുന്ന ദിവാ സീക്രട്ടിന്റെ സ്റ്റെം സെൽസ് ഇതാണ്. ഒരു അപ്പൊ ഒന്ന് നമ്മൾ സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്നറിയാം? മാഗി എന്ന് പറയാൻ പറ്റില്ല. മാഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ നൂഡിൽസ് ആണ്. നൂഡിൽസ് നമ്മുടെ പിള്ളേർക്ക് നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരമാണ്. ഇവിടെ എടുത്തിട്ടുണ്ട് മാഗിയുടെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ കാണുന്ന ബെറ്റാഡിൻ എന്ന് പറയുന്ന ഒരു ലോഷനാണ്. മുറിവ് കഴുകി കെട്ടുന്ന ഒരു ലോഷനാണ്. പക്ഷെ ഇത് നമ്മള് ചില ആളുകൾ ഗാർഗിൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളം ഗാർഗിൾ ചെയ്ത് തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് അയോഡിൻ അല്ലെങ്കിൽ ബെറ്റാഡിൻ ഗാർഗിളിങ് യൂസ് ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്ന ആളുകൾ, പശു കൃഷിയൊക്കെ ഉള്ള ആളുകൾക്ക് അവരിത് ചെയ്യുന്നത് വെച്ചാൽ പശുവിന്റെ വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ ഞാൻ കണ്ടേക്കണത്. അപ്പൊ ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നില് സ്റ്റെം സെൽസ് ഉണ്ട്, 2 ബെറ്റാഡിൻ നമുക്കൊരു 2-3 ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ സ്റ്റെം സെൽസ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം, ഒരു ഗ്ലാസ്സിൽ ബെറ്റാഡിൻ ഉണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അരിയാണെങ്കിൽ അരി എടുക്കാട്ടോ. ഞാൻ കുറച്ചുകൂടി ക്യാരി ചെയ്യാൻ സുഖമായതുകൊണ്ട് ഞാൻ ഈ നൂഡിൽസ് എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു ഭക്ഷണ പദാർത്ഥമാണ്. നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒരു 10 സെക്കൻഡ് ഞാനൊന്ന് ഇട്ട് വെക്കുവാണ്. വെള്ളം കണ്ടു. വെള്ളം നമുക്കൊരു ക്രീമി കളറാണ് അതിന്റെ ഒരു കളർ എന്ന് പറയുന്നത്. ഇനി 10 സെക്കൻഡ് അതിനുള്ളിൽ കടന്ന നമ്മുടെ നൂഡിൽസിന്റെ കളറ് ഇപ്പൊ നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരാം. എന്റെ കളറ് ഉണ്ടോ? ഇതെന്താ കളർ പറയാ? ഒരു ലാവൻഡർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട്. ശരിയല്ലേ? സാർ കാണുന്നുണ്ടോ? ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടോക്സിൻസ് പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലേക്ക് അബ്സോർബ് ആകും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ പലരും പറയും വെള്ളം കുടിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം എക്സ്ക്രീഷൻ ആയിട്ട് പോകും എന്ന് പറയും. അപ്പൊ നമുക്ക് ഇത് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് നോക്കാം. നടക്കിരിക്കുന്ന ഗ്ലാസ് വെള്ളത്തിന്റെ ഗ്ലാസ് ആണ്. ഇട്ട് വെച്ച് നോക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് കളർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നിലവിൽ ഉണ്ടാകില്ല. കാര്യം ആ ടോക്സിൻസ് അതേപടി തന്നെ ആ ഫുഡില് ഉണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സെയിം സാധനം നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റെം സെൽസിലേക്ക് ഇട്ട് കഴിഞ്ഞാല് വിത്തിൻ സെക്കൻഡ്സ് 2 സെക്കൻഡിനകം ഇങ്ങനെ കളർ ചേഞ്ച് ആയി എന്നുള്ളതാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? കളർ കണ്ടോ? പണ്ടത്തെ സെയിം കളറിലേക്ക് ആ നൂഡിലിന്റെ കളറ് വന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. കാര്യം ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ സ്റ്റെം സെൽസ് ഒന്നുകൂടി ഇളക്കി ഇത് ഞാൻ എടുത്തിട്ട് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന്